ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജോലിക്കാരോടൊക്കെ ഒരു തഞ്ചത്തിലൊക്കെ നിൽക്കണ്ടേ കുറുപ്പേട്ടാ? എന്ത് തഞ്ചത്ത് നിന്നാലും അവന്മാരെല്ലാം കള്ളപ്പണിക്കാരാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാ ഞാൻ പ്രതാപന്റെ മഹത്വം അറിയുന്നത്. പ്രതാപം പോയെന്ന് കേട്ടപ്പോഴേ അവന്മാരുടെ മറ്റ് രീതി എല്ലാം മാറി. പ്രതാപന് അവരെയൊക്കെ നിർത്തേണ്ട തന്ത്രം അറിയാം. കുറുപ്പൽപ്പം സീരിയസ് ആയാ മതി, എല്ലാം ശരിയാവും. ഇന്ന് മഹാദേവ് വർമ്മ സാറിന്റെ പ്രോഗ്രാം എവിടെയാ? തിരുവനന്തപുരത്തേക്കാണോ? അതിന് നിയമസഭാ സമ്മേളനം നടക്കുന്നില്ലല്ലോ. എന്തായാലും തിരുവനന്തപുരത്തേക്കല്ല. എവിടേക്കാണെന്ന് സാറ് പറഞ്ഞിട്ടില്ല. മോളെങ്ങോട്ടാ? ഡാൻസ് സ്കൂളിലേക്ക്? അതെ അമ്മേ. എന്നാ പിന്നെ കാർ എടുത്ത് പോണ്ട, അച്ഛൻ പുറത്തേക്ക് പോകുന്നുണ്ട്, കൂടെ പോയാ മതി. അപ്പൊ എനിക്ക് തിരികെ വരണ്ടേ? അതിനിവിടെ കുറുപ്പില്ലേ, അല്ലെങ്കിൽ ജഗന്നാഥനില്ലേ? അവരോട് ആരോടെങ്കിലും പറഞ്ഞിട്ട് പോണം 12:30 രാഗമാലിക ഡാൻസ് സ്കൂളിൽ വരാൻ. അത് മതി, അമ്മ പറഞ്ഞാ മതി. വേങ്കമലയിൽ പുലി ഇറങ്ങിയെന്ന് കേട്ടല്ലോ. അവിടെ പുലി മാത്രമല്ല, കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത്. എന്തായാലും വന്യമൃഗശല്യം രൂക്ഷ. വന്യമൃഗങ്ങളെയൊക്കെ മെരുക്കുകയും തുരത്തുകയൊക്കെ ചെയ്യാടൂ. പക്ഷേ അടിക്കടി ഉണ്ടാവുന്ന മനുഷ്യമൃഗ ശല്യത്തിന് എന്താണ് ഒരു പോംവഴി? അത് ശരിയാ. ഇന്നലെയും ആ പാവങ്ങളുടെ കോളനി കയറി ഒരു പാവം പെണ്ണിനെ ഒരുത്തിന് ഉപദ്രവിച്ചു. അവിടെ കയറി നിരന്തര ഉപദ്രവമാണെന്ന് ഞാൻ കേട്ടു. ആരാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? പ്രതികളെയൊക്കെ പോലീസിന് അറിയാം സാറേ. എന്നാൽ ഇതിനൊരു ന്യായമായ പരിഹാരം കണ്ടിട്ട് പ്രതികളെയൊക്കെ ജയിലിലേക്ക് അയച്ചിട്ടേ ഞാൻ ഇനി തിരുവനന്തപുരത്തേക്കുള്ളൂ. വേണോ കാറെടുക്ക്. ഞാൻ ചാവി എടുക്കട്ടെ സാറേ? പോരാ. അതെ, മോളുകൂടെ വരുന്നുണ്ട്. അവളെ ഡാൻസ് സ്കൂളിലൊന്ന് ആക്കണം. അതിനെന്താ, അവളോട് വരാൻ പറ. മോളെ വരുന്നമ്മേ. അല്ല, മോക്ക് കൂട്ടുപോവാൻ ഒരു തോഴി ഉണ്ടായിരുന്നല്ലോ, ഇന്ന് കണ്ടില്ല. ശരിയാണല്ലോ, അംബിക ഇന്ന് കണ്ടിട്ടേ ഇല്ല. കോലോത്ത് മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് അംബികയല്ലേ? എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയായിരിക്കും. അംബിയെ കുറിച്ച് ആരും ഒരു നല്ല വാക്ക് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ജഗന്നാഥൻ. ഇന്നൊരു നല്ല വാക്ക് പറഞ്ഞല്ലോ, എന്തു പറ്റി? അതും ശരിയാണല്ലോ. അംബികയുടെ കഷ്ടകാലം മാറുമായിരിക്കും. പ്രതാപനെ ഓർത്തല്ലേ അംബികയോട് എല്ലാരും ക്ഷമിക്കുന്നത്. എന്ത് നല്ല സ്വഭാവാ പ്രതാപന്റേത്. ഇക്കാലത്ത് ഇത്രയും നല്ല ചെറുപ്പക്കാരനെ കാണാൻ പോലും കിട്ടില്ല. നോവിനാലേ